അതായത് 1,47,000 രൂപ MRP ഉള്ള എന്നാൽ പുറത്തെ കടകളിൽ ഏതാണ്ട് 90,000 രൂപയ്ക്ക് വിൽക്കപ്പെടുന്ന ഈ 4 ഡോറിൻ്റെ ഫ്രിഡ്ജ് ATCയിലെത്തിയാൽ 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. വേൾപൂളിൻ്റെ 5 സ്റ്റാർ റേറ്റിങ്ങിന് ഒരു 5 സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു CFL ബൾബിട്ട് നമ്മൾ കത്തിക്കുന്ന വൈദ്യുതി ഉപഭോഗത്തെക്കാളും കുറവായിരിക്കും ഈ ഫ്രിഡ്ജ് എടുക്കുക. നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊരു ചോദ്യം വരും. വല്ല കള്ളക്കടത്താണെന്ന് ആൾക്കാർ ചോദിച്ചാൽ അയ്യോ അതല്ല, നമുക്കിത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യഥാർത്ഥത്തിൽ MRP വരുന്നത് 40,500 രൂപയാണ് MRP വരുന്നത്. ഈ സാധനം നമ്മളിവിടെ കൊടുക്കുന്നത് 21,000 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഗോദ്രേജിന്റെ ഇൻവെർട്ടേഴ്സ് സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ ഇതിന് എത്ര രൂപ വരുന്നുണ്ട് ഇവിടെ? ഇതും 19,000 രൂപ. 8,000 രൂപയ്ക്കുള്ള ഒരു ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് എന്തായാലും 8,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ പറ്റും. ഉറപ്പ്. ഇപ്പം നമ്മൾ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഈ വാറണ്ടിക്ക് ശേഷം എൻ്റെ മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളത് പരിഹരിക്കും? വാഷിംഗ് മെഷീനുകൾ 6,000 രൂപ മുതൽ, ഫ്രിഡ്ജുകൾ 8,000 രൂപ മുതൽ, 1 ടൺ ഇൻവെർട്ടഡ് AC 19,000 രൂപ മുതൽ. ഒരു ഓണക്കാല ഓഫറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ ഈ ലോറി കയറി നിൽക്കുന്നത്. മറിച്ച് വർഷത്തിൽ 365 ദിവസവും ഏറ്റവും വിലക്കുറവിൽ വിശ്വസ്തയോടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് ഞങ്ങളുടെ ആലപ്പുഴയിലെ വളവനാട്ടെ ഒരു സ്ഥാപനം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ATCയുടെ വെയർഹൗസിൽ 2022 മോഡൽ അല്ലേ? 2022 മോഡൽ ഏറ്റവും കൗതുകമുള്ളൊരു മോഡലും കൂടെയാണ്. അതൊന്ന് കാണാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഫ്രിഡ്ജ്. ഗോദ്രേജിൻ്റെ ഗ്ലാസ് ഇട്ട ഗ്ലാസ് ആണ് അല്ലേ? ഇത് ഗ്ലാസ്സാണ്. ഓ അത് ശരി. ഈ എഡ്ജ് കാണാൻ തന്നെ അറിയാം നമുക്ക് നല്ല ഫിനിഷിംഗ് ഉള്ളൊരു എഡ്ജാണ് ഇതിനകത്തുള്ളത്. ഇത് 2022 മോഡലാണ്. 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ്. എഡ്ജ് ജാസ് എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഗോദ്രേജിൻ്റെ ഫ്രിഡ്ജ്. ഇത് എത്ര രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് നിങ്ങളോട്? ഇത് നമുക്കൊരു 13 രൂപയ്ക്കൊക്കെ 13,000 രൂപയ്ക്ക് ഗോദ്രേജിൻ്റെ എഡ്ജ് ഗ്ലാസ് ഡോറുള്ള ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഡൈനിങ് ഹോളിലും സ്വീകരണ മുറി പോലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഗോദ്രേജിൻ്റെ ഒരു ഫ്രിഡ്ജാണ്. ATCയിൽ വെറും 13,000 രൂപയ്ക്കാണ് ഇതിൻ്റെ 23,000 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. 23,265 രൂപയാണ്. അതിൽ നിന്നും അത്രയും വില കുറച്ച് 13,000 രൂപ കുറച്ചാണ് ATCയുടെ ഈ ഫ്രിഡ്ജ് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സോബിൻ ടീമും വെറും 13,000 രൂപയ്ക്കാണ് ഈ ഫ്രിഡ്ജ് വിൽക്കുന്നത്. ഒരു പ്രശ്നമില്ല, സ്ക്രാച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. ഫ്രിഡ്ജൊന്ന് തിരിച്ചു വേണം നോക്കാം നിങ്ങൾ എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി ആണതേ. ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞത്. ഇതൊന്നും നമ്മുടെ കണ്ണിൽ പോലും പെടത്തില്ല. അത്ര അതിസൂക്ഷ്മമായിട്ട് നോക്കിയാൽ പോലെ ഇതൊന്നും കറക്കി നോക്കിയപ്പാ ഇതല്ല, കറക്കി നോക്കിയാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സാധനം. നോക്കിയേ, നമുക്ക് തോന്നിയേക്കാം ഇത്രയും വിലക്കുറവിൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ടോ, നമ്മൾ വഞ്ചിതരാകാൻ സാധ്യതയുണ്ടോ. അങ്ങനെ ഒന്നുമില്ല എന്നുള്ള ഉറപ്പ് അവർ നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ഫ്രിഡ്ജ് തന്നെ ഏറ്റവും ഉദാഹരണം. ഇതിൻ്റെ സ്ക്രാച്ച് നമ്മൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഫ്രിഡ്ജിൻ്റെ വില ഇത്രയും കുറയുന്നതിൻ്റെ കാരണം ഇതാണ്. 2 ഗോദ്രേജ് കമ്പനിക്കാർ തന്നെയാണ് ഇത് ഇറക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് ഇടനിലക്കാരില്ലാതെ ഈ സാധനം വെയർഹൗസിലെത്തുന്നു, വെയർഹൗസ് നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പം 23,265 രൂപ വിലയുള്ള ഈ ഫ്രിഡ്ജ് 13,000 രൂപയ്ക്കാണ് ATCയുടെ സോബിൻ ടീമും നിങ്ങൾക്ക് വിൽക്കുന്നത്. സോബിയുടെ വേൾപൂളിൻ്റെ 5 സ്റ്റാറിനെ വെല്ലുന്ന ഒരു ഫ്രിഡ്ജാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്താണ് അത് 5 സ്റ്റാറിനെ വെല്ലുന്നതെന്ന് പറഞ്ഞത്? ഇത് 6 സ്റ്റാർ പെർഫോമൻസ് ആ കമ്പനി പറയുന്നത്. LED ബൾബിന്റെ കറണ്ടൊക്കെ ആകത്തുള്ളൂ. അതായത് ഫ്രിഡ്ജ് വെച്ചാലും വലിയ കറണ്ടൊന്നും ആകത്തില്ല. ഇത് ഫ്രഷ് പീസാണ്. ഇത് പ്രോട്ടോൺ എന്ന് പറഞ്ഞ മോഡലാണ്. വേൾപൂളിന്റെ 3 ഡോറാണ് വരുന്നത്. ഇത് അത് ശരി. ഇതിന് കമ്പനി വാറണ്ടി കിട്ടും. അപ്പോൾ കമ്പനി വാറണ്ടി ഉള്ള സാധനം നിങ്ങളുടെ വെയർഹൗസിൽ ഞാൻ വാങ്ങുമ്പോൾ ഇവിടെ കമ്പനി വാറണ്ടി ഇല്ലാത്ത സാധനത്തൊക്കെ ഒരു അല്പം കൂടെ വില കൂടും. പക്ഷേ വാറണ്ടി നന്നായിട്ട് കിട്ടും. ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ ഈ പുതിയ സാധനം ഒന്ന് പൊട്ടിച്ച് നോക്കണം. ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനം എത്രത്തോളം നല്ലതാണ് ചീത്തയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. വേൾപൂളിൻ്റെ പ്രോട്ടോൺ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. 5 സ്റ്റാറിനെ വെല്ലുന്ന സംഭവം. ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് എടുക്കത്തുള്ളൂ. ഒരു CFL ലാമിനേക്കാളും കറണ്ട് കുറച്ച് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്ന ഒരു ഫ്രിഡ്ജാണ്. 5 സ്റ്റാർ കാറ്റഗറിയാണ് അവർ കൊടുത്തിരിക്കുന്നതെങ്കിലും അതിനേക്കാളും മുന്തിയ പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 3 ഡോർ അല്ലേ? 1, 2, 3. ഇതിന് എത്ര രൂപ വരും? ഇപ്പം നിങ്ങളുടെ വെയർഹൗസിൽ ഒന്ന് ഈ സാധനം വാറണ്ടി ഉള്ള ഈ വേൾപൂളിൻ്റെ സാധനം വാങ്ങിയാൽ റേറ്റ് വരുന്നത് 33,100 ഇതിന്റെ ഒറിജിനൽ റേറ്റ് 33,100 കൊടുക്കും. അതായത് 10,000 രൂപ കുറച്ച് ഈ വെയർഹൗസിൽ നിന്നും ATCയുടെ വെയർഹൗസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളും എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാൻ നോക്കും. നമ്മളൊരു പുതിയ കടയിൽ പോയി ഫ്രിഡ്ജ് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഫ്രിഡ്ജാണ്. രണ്ടാമത്തെ ഡോറ് തുറക്കാൻ പോകുന്നു. ഇതാ ഇനിയിപ്പോൾ കാണുന്ന ആൾക്കാർക്ക് മൂന്നാമത്തെ ഫ്രിഡ്ജും കൂടെ ഡോറും കൂടെ കാണാനൊരു ആഗ്രഹം കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും കൂടെ നല്ല വിശാലമായ
നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പം 3 ഡോറാണ്. ആദ്യത്തെ ഡോറ് ഫ്രീസർ വരും, രണ്ടാമത്തെ ഡോറിൽ ബാക്കി എല്ലാ സാധനങ്ങളും വെക്കാം, മൂന്നാമത്തെ ഡോറിൽ വെജിറ്റബിളും സാധനങ്ങൾ വെക്കാം. ഇതിന് 23,000 രൂപയാണ്. പുറത്ത് ഇതിന് 33,000 രൂപ വിലയുള്ള സാധനമാണ്. ഇത് കമ്പനി വാറണ്ടി തരുന്നുണ്ട് 1 വർഷത്തേക്ക്, അല്ലെങ്കിൽ കമ്പനി എത്ര 10 വർഷത്തേക്കൊക്കെ ആയിരിക്കും മറ്റേ ഇതിന് പോകുന്നത്. 10 ഇയർ വാറണ്ടി, 10 വർഷത്തെ വാറണ്ടി കിട്ടും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു CFL ലാമ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതേ ഇലക്ട്രിസിറ്റി അതിനേക്കാളും കുറച്ച് ലെസ് എനർജി തന്നെ CFL എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു AC റൂമിൽ കിടക്കാൻ ഏതൊരു പാവപ്പെട്ടവനും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വില കാണുമ്പോഴാണ് അവനും പലപ്പോഴും ഫാൻ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇവിടെ വന്നാൽ AC എത്ര രൂപയ്ക്ക് വിൽക്കും? ഇൻവെർട്ടർ AC നമുക്ക് സ്റ്റാർട്ടിങ് 19,000 രൂപയാണ് കൊടുക്കുന്നത്. അത് ഏത് ടൈപ്പ് ഒക്കെ AC ഉണ്ട്? സ്റ്റാർ റേറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ റേറ്റിംഗ് വരുമ്പം 3 സ്റ്റാർ 5 സ്റ്റാർ രണ്ടും വരുന്നുണ്ട്. ഇൻവെർട്ടർ AC ആണ് നമ്മുടെ പേരേജിന്റെ ഇൻവെർട്ടർ AC സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ. ഇതിന് എത്ര രൂപ വരുന്നുണ്ട് ഇവിടെ? ഇതും 19,000 രൂപ. 19,000 രൂപ. 1.5 10 ആകുമ്പോൾ എത്ര വരും? 1.5 ആകുമ്പോൾ 23-24. അതായത് പുറത്തൊരു കടയിൽ നിന്ന് ഒരു എയർ കണ്ടീഷൻ വാങ്ങുന്നതിനേക്കാളും വലിയ ലാഭത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതോട് ചോദ്യം വരും. വല്ല കള്ളക്കടത്താണെന്ന് ആൾക്കാർ ചോദിച്ചാൽ അയ്യോ അതല്ല, നമുക്കിത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്നും കടകൾക്ക് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ കടകളിൽ നിന്ന് ചിലപ്പോൾ റിട്ടേൺ എടുക്കേണ്ട കേസുകളൊക്കെ നമ്മളാണ് എടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ വലിയ വലിയ ഷോറൂമുകളിൽ ഇപ്പം കമ്പനിയായിട്ടൊരു ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്കും അത് റിട്ടേൺ എടുക്കാനായിട്ടുള്ളൊരു കേസ് വരും. ഇത് വിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത്ര ഡേറ്റ് കഴിയുന്ന കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് റിട്ടേൺ എടുക്കും. ഇടനിലക്കാരില്ല എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയും നമ്മുടെ ഇതുമായിട്ടാണ് ടൈപ്പ്. ഗോദ്രേജിന്റെ ഒരു ഫ്രിഡ്ജ് ഈ വെയർഹൗസിൽ വരുന്നത് ഗോദ്രേജിൽ നിന്ന് തന്നെയാണ്. ഗോദ്രേജിൽ നിന്ന് വരുന്ന ഗോദ്രേജിൽ നിന്ന് വേർത്തും മേടിച്ചിട്ട് ഇടനിലക്കാരൻ വഴി അല്ല, ഗോദ്രേജിൽ നിന്ന് ഡയറക്റ്റ് ബില്ലടിച്ചാണ് വരുന്നത്. ഗോദ്രേജിന്റെ 2 സ്റ്റാറിന്റെ ഫ്രിഡ്ജാണ് ഇത്. ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ ഫ്രിഡ്ജ്. ഇതിന് എത്ര രൂപ വരും നമുക്ക്? ഇത് നമുക്കൊരു 8 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 8,000 രൂപയ്ക്കുള്ള ഒരു ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് എന്തായാലും 8,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ പറ്റും. ഉറപ്പാണ്, 100% ഉറപ്പുവരുത്താൻ പറ്റും. ഗോദ്രേജിന്റെ ആണ്. ഈ പറഞ്ഞ പോലെ പുതിയ സാധനമാണ്. നല്ല പ്രിൻ്റൊക്കെ ഉള്ള മോഡലാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഒക്കെ ഉള്ള ഫ്രീസറും എല്ലാം സംവിധാനമുള്ള സാധനം. ഇത് 8,000 രൂപ. ഇത് 8,000 രൂപ. ഇത് 2 സ്റ്റാർ ആണ്. ഇത് ഏറ്റവും കുറഞ്ഞ മോഡലാണ് മാർക്കറ്റിലുള്ളത്. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ റേറ്റ് എത്ര വരും? ഇതൊക്കെ ഏകദേശം ഒരു 13-14 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇറങ്ങത്തില്ല ഈ മെഷീൻസ്. ഇത് കുറവായിരിക്കും. കാര്യം എല്ലാ കടകളിലും ഏറ്റവും വില കുറഞ്ഞ മെഷീനായിട്ട് വെക്കാൻ വേണ്ടി വെക്കുന്ന ഒരു മോഡലാണ് ഇത്. ശരി. ഈ സാധനം നമുക്കും കുറവായിരിക്കും വരുന്നത്. ഇപ്പം കടകൾക്കൊക്കെ ആണെങ്കിലും ഉള്ള ഫ്രീസറും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ഉണ്ട്. ചെറുതും വലുതും എല്ലാം ഉണ്ടല്ലേ? ഇതൊക്കെ ഏത് കമ്പനിയാണ്? ഇതൊക്കെ വോൾട്ടാസിന്റെ ആണ്. അപ്പോൾ കടകൾക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ട്? കടകൾക്കും കൊടുക്കുന്നു. ഇതിനൊക്കെ എന്ത് വില വരും ഈ ഇങ്ങനത്തെ ഫ്രീസർ ഐറ്റംസ്? ഇത് 500 ലിറ്ററിന്റെ ഫ്രീസറാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 21,500 ഇതിന് പുറത്ത് എത്ര രൂപ വരും? ഒരു 30-35 ആ റേഞ്ചൊക്കെ വില വരുന്നുണ്ട്. അത്രയും വ്യത്യാസം, ഒരു ഏതാണ്ട് ഒരു 10,000 രൂപ വ്യത്യാസം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ATCയിലെ ഒരു ബ്രഹ്മാണ്ഡ ഫ്രിഡ്ജ് കാണിക്കാൻ വേണ്ടിയാണ് സോബിൻ ടീം നിൽക്കുന്നത്. ഇത് എത്ര ഡോറുണ്ട്? ഇത് 4 ഡോറിൻ്റെ ആണ്. 1 2 3 4 ഡോറിൻ്റെ അതിഗംഭീര ഫ്രിഡ്ജ്, ഹയറിൻ്റെ ഫ്രിഡ്ജാണ്. ഇത് എത്ര ഉണ്ട് ശരിക്കും പറഞ്ഞു? ശരിക്കും യഥാർത്ഥത്തിലുള്ള വില ഇതിൻ്റെ MRP എന്ന് പറയുമ്പോഴത്തേക്കും 1,45,000 രൂപയോളം വരുന്നുണ്ട്. 45,000 രൂപയോളം വരുന്നുണ്ട്. ഒരു 1.5 ലക്ഷം രൂപ അടുത്താണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ്. കടയിൽ നിന്ന് ഇപ്പൊ നമ്മുടെ പേരുള്ള ഒരു സ്ഥാപനത്തിൽ മേടിച്ച് അവർ എത്ര കുറച്ച് തരും? ചിലപ്പോൾ അവര് ഇതിന് നല്ല ഓഫർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 90,000 രൂപയ്ക്കൊക്കെ കിട്ടും മിക്ക കടകളിലും. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് നമുക്ക് സംഭവം കൊടുത്തേക്കാം. വെറും അതായത് 1,47,000 രൂപ MRP ഉള്ള, എന്നാൽ പുറത്തെ കടകളിൽ ഏതാണ്ട് 90,000 രൂപയ്ക്ക് വിൽക്കപ്പെടുന്ന ഈ 4 ഡോറിന്റെ ഫ്രിഡ്ജ് ATCയിലെത്തിയാൽ 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത്രയും ലാഭകരമായിട്ടൊരു സാധനം കേരളത്തിലൊരു സ്ഥാപനം കൊടുക്കില്ല. ഇല്ല. ആ ഗ്യാരണ്ടി. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തിന് ഏറ്റവും ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഹയറിൻ്റെ ഫ്രിഡ്ജാണ്. വേൾഡ്സ് നമ്പർ 1 റെഫ്രിജറേഷൻ അപ്ലയൻസ് എന്നൊക്കെ പറയുന്നത്. ട്വിൻ ഇൻവെർട്ടറാണ് ഇതിനകത്തുള്ളത്. ഇൻവെർട്ടർ കംപ്രസർ, ഇൻവെർട്ടർ ഫാൻ മോട്ടർ, ഇത്രയും സംവിധാനമുണ്ട്. എന്താ പറയുക, സ്ക്രാച്ചൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട, നിങ്ങൾ നേരിട്ട് വന്ന് വെട്ടത്തിൽ കൊണ്ടുപോയി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി. പക്ഷേ 50,000 രൂപയ്ക്ക് ഹയറിൻ്റെ ഈ 4 ഡോർ ഫ്രിഡ്ജ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനത്തെ പാനസോണിക്കിൻ്റെ ഇപ്പുറത്തെ പാനസോണിക്കിൻ്റെ 3 ഡോർ അല്ലേ? 3 ഡോർ. അതിവിശാലമായിട്ടുള്ള ഒരു വലിയ കുടുംബത്തിനൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഇത്രയും വലിയ കമ്പനി. അപ്പോൾ ഇതിന്റെ വില കുറവിന്റെ ഏതാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്താണെന്ന് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ ഇതിന് വാറണ്ടി കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം തരുന്നത്. അപ്പോൾ
വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് അവർ അത്രയും കൂടെ വില അങ്ങോട്ട് ഇത് ചെയ്യും. പിന്നെ ഇതിന് ചെറിയ സ്ക്രാച്ച്, ഡെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ പിന്നെ ചില കേസുകളൊക്കെ കംപ്ലൈൻസും കാണും, ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല. അത് നമ്മളിവിടെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് വെയർഹൗസിൽ വന്ന് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി പരിശോധന ശേഷം മാത്രം വാങ്ങിയാൽ മതി. എല്ലാം വർക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത ശേഷം മാത്രം നമ്മളിവിടെ കൊടുക്കത്തുള്ളൂ. അത് കൂടാതെ ഒരു 30 ദിവസത്തെ എക്സ്റ്റൻഡ് വാറന്റിയും കൂടെ കൊടുക്കും. കാര്യം വേറെ ഒന്നുമല്ല, കൊണ്ടുപോയ ശേഷം ഇപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് ഒരു ധൈര്യം വേണം. അപ്പോൾ ഞങ്ങൾ ഇത്ര ഒരു 10-13 കൊല്ലമായി ഇവിടെ ഞങ്ങൾ പരിപാടി തുടങ്ങിയിട്ട്. ശരി. അപ്പോൾ നമുക്കത് ഇന്നൊന്നും തുടങ്ങിയതല്ല, അല്ലല്ല 13 കൊല്ലത്തോളമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും നാളത്തെ കസ്റ്റമർ നമുക്ക് നിറയെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വരുന്നൊരു വേറൊരാൾ പറഞ്ഞറിഞ്ഞ് വരുന്നതുകൊണ്ട് എടുക്കാൻ വരുന്നവർക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഒരു പരസ്യ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ രഹസ്യം പരസ്യമാക്കുന്ന ആദ്യമായിട്ടാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള ഫ്രിഡ്ജ് മാത്രമല്ല, കടയിലേക്കുള്ള ഫ്രിഡ്ജ്. ഇതിന് ഫ്രിഡ്ജ് എന്നാണ് പറഞ്ഞത്? ഇത് VC കൂളർ എന്ന് പറയും. അതിനകത്ത് ഫ്രീസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രീസ് ആകില്ല, നമുക്ക് വെള്ളം തണുപ്പിക്കാനും പാലങ്ങളുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ടല്ലേ. ഇത് എത്ര ലിറ്ററിന്റെ? ഇത് വരുമ്പോൾ 425 മോഡൽ വരുന്നത് 400 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. ഇതിന് എത്ര രൂപ പുറത്ത് വിലയുണ്ട്? ഇതിപ്പോൾ പുറത്ത് റേറ്റ് വരുമ്പോൾ ഒരു 48,000 രൂപ റേഞ്ചാണ് വരുന്നത്. 48,000 വില ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വാങ്ങിയാൽ നമ്മൾ വരുമ്പോൾ ഒരു 30,000 കൊടുക്കുന്നു. 30,000 രൂപയ്ക്ക് ഭയങ്കര വ്യത്യാസം. ഇതിന് അതിന്റെ ചെറിയ മോഡലുണ്ട്. ചെറിയ ബേക്കറി അങ്ങനെയുള്ള കടകൾക്ക് 325 മോഡൽ വരുന്നത് 300 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്ര? MRP 36,200 സംതിങ് വരുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ ഒരു 23,000 രൂപ കൊടുക്കും. അത് ഏതാണ്ട് ഒരു 10,000-ന് മേളിൽ ലാഭത്തിൽ കിട്ടും. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഈ ഡോറിലൊക്കെ ഉള്ള ചെറിയ ചെറിയ സ്ക്രാച്ചാണ്, അത്രേ ഉള്ളൂ. ഞാനിത് എടുത്ത് കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കൊണ്ട് തന്നെയാണ് കച്ചവടം ചെയ്യുന്നവരും. കേരളത്തിൽ എവിടേക്കൊക്കെ നിങ്ങൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്? കേരളത്തിൽ നമ്മൾ റീറ്റെയിലിംഗ് അല്ലാതെ ഹോൾസെയിൽ നമ്മൾ കൂടുതലും മലപ്പുറം ആ സൈഡാണ്. മലപ്പുറം, കോഴിക്കോട് ആ സൈഡ്. ഒന്നിലധികം സാധനങ്ങൾ ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ചിലപ്പോൾ 5-6 AC ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് കൊടുക്കും. ഇപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഐപ്പിന്റെ വീഡിയോ കണ്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ പരിഗണിക്കും? തീർച്ചയായിട്ടും പരിഗണിക്കും. അപ്പം ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ബ്രാൻഡ് ഏതാണ്? നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഗോദ്രേജ് ആണ്. അപ്പോൾ ഫ്രിഡ്ജാണോ അതിൽ ഏറ്റവും ചെയ്യുന്നത്? നമ്മൾ ഫ്രിഡ്ജും ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, AC ഉണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ സോബി നേരത്തെ പറയായിരുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വെയർ ഹൗസ് ഉള്ളത് ആലപ്പുഴയിലെ വളവനാടും തിരിഞ്ഞ് സ്വയംപ്രഭ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ എത്തുന്ന ATCയുടെ വെയർ ഹൗസ് ആണ് അല്ലേ? അതിനകത്ത് ഒരു അവകാശം ആർക്കും ഉന്നയിക്കാനില്ല. അപ്പോൾ ഇനി വരുന്ന ഓണക്കാലമാണ്, സ്വാഭാവികമായിട്ട് ആൾക്കാർ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം പുതിയ വെയർ ഹൗസിലേക്ക് പുതിയ സാധനങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ലോഡ് ഉണ്ടായിരുന്നു, ഗോദ്രേജിൻ്റെ ഒരു ലോഡ് ഉണ്ടായിരുന്നു. അത് മിക്ക ദിവസം ഓരോ ലോഡുകൾ കാണും. ഇപ്പോൾ ഇത് വീഡിയോ കാണുന്ന ഒരാൾ ചിലപ്പോൾ തിരുവനന്തപുരത്ത്, എറണാകുളത്തേക്ക് അവർക്കൊരു മോഡൽ വേണമെങ്കിൽ ആ മോഡൽ പറഞ്ഞാൽ ഇന്ന സാധനം ഉണ്ടെന്നുള്ളത് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് 4 പേരുണ്ട്. ആ 4 പേർക്ക് നമ്പർ നമ്മളിപ്പോൾ തരാം. അവർ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലാണെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളവനാടാണ്. വളവനാടെന്ന് പടിഞ്ഞോട്ട് ഏകദേശം ഒരു 900 മീറ്ററോളം വന്നു കഴിഞ്ഞാൽ സ്വയംപ്രഭ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ സ്ഥാപനം. ഇപ്പം നമ്മൾ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഈ വാറണ്ടിക്ക് ശേഷം എൻ്റെ മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളത് പരിഹരിക്കും? നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പം 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള കേസുകൾ നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് തന്നെ ടെക്നീഷ്യന്മാരുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ രീതിയിൽ നമ്മളെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നത്. കമ്പനിക്കാരെക്കാളും ഫാസ്റ്റായിട്ടാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. ആണല്ലേ? ആ കാര്യത്തിൽ നമ്മൾ ഒരു ഉറപ്പ് തരാം. ആലപ്പുഴ ATCയിലെ ഡിസ്പ്ലേ സെൻ്ററാണിത്. നിങ്ങൾക്കൊരു കസ്റ്റമറിന് ഏത് സാധനം വാങ്ങണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഇടമാണിത്. ഇവിടെ എല്ലാ സാധനങ്ങളും ATCയിൽ എത്തുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണക്കാലമാണ്, അത്തപ്പൂക്കളങ്ങളുടെ കാലമാണ്. പൂക്കളുടെ ഒരുപാട് ഡിസൈനുള്ള ഫ്രിഡ്ജുകളൊക്കെ ATCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ധൈര്യസമേതം ഇങ്ങോട്ടേക്ക് വരാം. ഞാനും ഉറപ്പിച്ച് പറയുന്നു, ഇവിടുന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് നല്ല വിലക്കുറവ് തന്നെയാണ് മറ്റു കടകളെ അപേക്ഷിച്ച്. അപ്പോൾ ആലപ്പുഴ വളവനാട് നിന്നും തിരിഞ്ഞ് നേരെ ATCയുടെ വെയർ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഓണക്കാല ഓഫർ മാത്രമല്ല, വർഷത്തിലെല്ലാ ദിവസവും കിട്ടുന്ന മനോഹരമായിട്ടുള്ള ഓഫറാണ്. അപ്പോൾ ATCയുടെ വെയർ ഹൗസിലേക്ക് സ്വാഗതം. മിഥുൻ രവിക്കൊപ്പം ഐപ്പ് പള്ളിക്കാടൻ. നമസ്കാരം.